മീറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മീറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ, ടോപ്പുകൾ, കോട്ട് സെറ്റുകൾ, ചുരിദാർ മെറ്റീരിയൽ, കുർത്തീസ്, പാന്റ്സ്, ഇന്നർ വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മീറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ് തോന്നൂർക്കര. ചേലക്കര എളനാട് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും കാന ഇല്ലായ്മയുമാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. ചേലക്കര എളനാട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോടികൾ മുടക്കി അശാസ്ത്രീയമായി പുനർനിർമ്മിച്ച റോഡിൽ മഴ പെയ്യുമ്പോൾ ചെളിയും വെള്ളവും കുത്തിയൊലിച്ചെത്തുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ആലിൻചുവട് പ്രദേശത്ത് കാനയില്ലാത്തതിനാൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയുണ്ടാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു. ജനകീയ ഒപ്പ് ശേഖരണത്തിനും പ്രതിഷേധ ധർണയ്ക്കും ഉമ്മർ KS, ജോർജ് ജോസഫ്, കുട്ടൻ KK, വീരാൻകുട്ടി PK എന്നിവർ നേതൃത്വം നൽകി. അഭിവാദികൾ എളനാട് ചേലക്കര റോഡിൽ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 2019 ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര ഫണ്ടായതുകൊണ്ട് ഇത് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റെടുത്തത്. പിന്നീട് പല പ്രാവശ്യം അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ മഴ പെയ്യുമ്പോൾ ചെളിയും വെള്ളവും റോഡിലേക്ക് ഇരച്ചു കയറുകയും യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായ സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ അല്ല ഇപ്പോൾ റോഡുള്ളത്. റോഡ് പുനർനിർമ്മാണത്തിന് വേണ്ടി നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ടുണ്ട്. അവർ തിരിച്ച് കൈമാറുന്ന പക്ഷം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ കാന നിർമ്മിക്കേണ്ട സ്ഥലത്ത് കാന നിർമ്മിച്ചിട്ടുണ്ട്. ബാക്കി കരാറുകാരനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് പറഞ്ഞത്. കരാറുകാരനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ചിലവ് കൂടിയിട്ടുണ്ട്, പല സ്ഥലത്തും ടാറ് കൂടുതലിട്ടുണ്ട്, അതുപോലെ മെറ്റലൊക്കെ കൂടുതലിട്ടുണ്ട്, അതുകൊണ്ട് കാനയുടെ നിർമ്മാണം ഇപ്പോൾ ഇല്ലയെന്നാണ് പറയുന്നത്. അവസാനം പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞത് ഇതിൻ്റെ മെയിൻ്റനൻസ് കാലാവധി, അതായത് DLP തീരുന്ന പക്ഷം ഞങ്ങളിത് കാന നിർമ്മിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2025 ആയിട്ടും ഇതിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വെള്ളം കുത്തിനെ ഒഴുകിയതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൻ്റെ ഒരു ഭാഗം വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ റോഡ് സ്വല്പം ഇടിഞ്ഞിട്ടുമുണ്ട്. വളരെ ഒരു വളവിലാണ് ഈ സംഭവം, ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാന നിർമ്മിക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്നു. അഭിവാദ്യങ്ങൾ. CCV ന്യൂസ്, ചേലക്കര.